ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അയൺ കോണ്ടർ സ്ട്രാറ്റജിയാണ്. അതിനായിട്ട് നമുക്ക് ഓപ്സ്റ്റയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സ്റ്റോക്കോ ഇൻഡെക്സോ ഏതാണെന്ന് വെച്ചാൽ അവരവർ ഏതാണോ അതിൽ ചെയ്യണത് അത് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെ ഫ്യൂച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊണ്ടൊന്നും കൊടുക്കേണ്ട, നമുക്ക് അയൺ കൗണ്ടർ കൊടുക്കുമ്പോൾ തന്നെ അത് ഓൾറെഡി സ്ട്രൈക്ക് പ്രൈസ് കാണിക്കും. ഇവിടെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് ശരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഏത് ലെവലിൽ നിന്ന് തൊട്ടിട്ടാണ് നമ്മളിത് ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണമെന്നുള്ളത് അറിയിക്കും. ഇപ്പോൾ 7,900, ഇപ്പോൾ ഈ ബജാജ് ഫിനാൻസ് ഇപ്പോൾ നിൽക്കുന്നത് 7,900 റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഏത് സ്റ്റോക്കായാലും നിൽക്കുന്ന പ്രൈസ്, സ്റ്റോക്ക് ഏത് പ്രൈസിലാണ് നിൽക്കണത്, അവിടെ തൊട്ടുള്ള നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് തൊട്ടിട്ടാണോ നമുക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് ആ സ്ട്രൈക്ക് പ്രൈസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അയൺ കൗണ്ടർ കൊടുക്കുമ്പോൾ അയൺ കൗണ്ടർ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് പോകാം. ഷോർട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഒരു 4 സെറ്റിങ്സ് ഓൾറെഡി ഇതിൽ വന്നു കഴിഞ്ഞു. അതിലിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് കൊടുത്തേക്കണമെന്ന് വെച്ചാൽ 7,600 പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തേക്കാണ്. 7,600 പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു. ഈ അയൺ കൗണ്ടർ സ്ട്രാറ്റജി കൊടുക്കുമ്പോൾ ഉള്ള ഒരു 4 സെറ്റിങ്സാണ് കൊടുത്തതാണ്. നമ്മളിപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇത് മാറും. അപ്പോൾ നമ്മൾ 7,600 പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു. ഒരു സെറ്റിങ്സ് അങ്ങനെയാണ്. രണ്ടാമത്തെ സെറ്റിങ്സിൽ കിടക്കുന്നത് 7,500 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഒരെണ്ണം 7,600 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു, ഇത് 7,500 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. പിന്നെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നോക്കുമ്പോൾ കോൾ ഓപ്ഷൻ വന്നിട്ട് 7,800 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു. 7,800 കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്തു. പിന്നെ ഒരു സെറ്റിങ്സിൽ കിടക്കുന്നത് 7,900 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. ഈ 4 സെറ്റിങ്സാണ് നമ്മൾ ഈ അയൺ കൗണ്ടർ കൊടുക്കുമ്പോൾ ചെയ്യണം. ഞാൻ പറഞ്ഞു സ്ട്രൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ മാറ്റം വരും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് കിട്ടും. കണ്ടോ, 7,553 ടു 7,847. അതായത് 7,553 ടു 7,847. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാർക്കറ്റ് ഇപ്പം നമുക്കിപ്പോൾ മാർക്കറ്റ് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നൊരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ 7,553 ടു 7,847 ഇതിൻ്റെ ഇടയിൽ നമുക്ക് മാർക്കറ്റ് നിൽക്കും, അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുമോ അതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് പോകുമോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ നിന്നാലും നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. അതിൻ്റെ മുകളിലേക്കോ അതിൻ്റെ താഴത്തോട്ട് പോയാലായിരിക്കും നമുക്ക് ലോസ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു 36% ഇതിൻ്റെ വിന്നിങ് പ്രോബബിലിറ്റി വരുന്നത്. മാക്സിമം പ്രോഫിറ്റ് 5,900 സംതിങ് ആണ്, മാക്സിമം ലോസ് 6,500 സംതിങ് ആണ്. ഇത് ലോസും പ്രോഫിറ്റും ഓൾറെഡി ഫിക്സഡ് ആണ്. മാക്സിമം അത്ര ആണ് വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. കുറവ് വരാം, പക്ഷെ അതിൽ കൂടുതൽ വരില്ല. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണ്ട മാർജിൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 83,000 സംതിങ് രൂപയാണ് വേണ്ടത്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്കിത് ഷോർട്ട് ചെയ്യാം. അയൺ കൗണ്ടർ സ്ട്രാറ്റജി നമുക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇവിടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് മാറി വരും. ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് പ്രൈസ് കൊടുത്തുകൊണ്ടാണ് നമുക്കിപ്പോൾ 7,553 7,847 കിട്ടിയത്. ഇതിപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ മാറ്റി ഒരു 7,400 അങ്ങനെയൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബ്രേക്ക് ഈവൻ പോയിൻറ്റിലും വ്യത്യാസം വരും. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കൗണ്ടർ സ്ട്രാറ്റജിയിൽ തന്നെ നമുക്ക് ലോങ് നോക്കാം. ലോങ് നോക്കുമ്പോൾ ഇത് തന്നെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാത്രം നോക്കി വെച്ചാൽ മതി.
ലോങ് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 7600 പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. മറ്റേതിൽ നമ്മൾ 7600 പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യാറുണ്ട് ചെയ്ത്. ഇതിൽ 7600 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് 7500 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. പിന്നെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ 7800 കോൾ ഓപ്ഷൻ ബൈ ചെയ്തു. ഇവിടുത്തെ 7900 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. ഇതാണ് 4 സെറ്റിങ്സ്. അപ്പോൾ ഈ 4 സെറ്റിങ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടും. ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് 7552 ടു 7847, മറ്റേതിലെ പോലെ തന്നെ. ഇതിൽ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തേട്ട് മാർക്കറ്റ് പോയാലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അത് 7552 ഇവിടെ നോക്കുമ്പോൾ കാണാം, ൻ്റെ താഴ്ത്തിട്ട് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ 7848 മുകളിലേക്ക് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു റേഞ്ചിൻ്റെ ഉള്ളിലല്ല, നമുക്കൊരു മുകളിലേക്ക് താഴ്ത്തിട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ സ്ട്രാറ്റജി ലോങ് ചെയ്യുക. അപ്പോൾ പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ 67,000 രൂപയാണ് ഇതിൻ്റെ വരേണ്ട മാർജിൻ എമൗണ്ട്. വിന്നിങ് പ്രോബബിലിറ്റി 52.85%. മാക്സിമം പ്രോഫിറ്റ് 6400 സംതിങ്, മാക്സിമം ലോസ് 6000. അത് മാക്സിമം അത്ര ആയിരിക്കും കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് ഈ സ്ട്രാറ്റജിയിലെ ലോങ്ങും ഷോർട്ടും തമ്മിലുള്ള വ്യത്യാസം.